2021 ദീപിക ഫ്രണ്ട്സ് ക്ലബ് പുറത്തിറക്കിയ സർവേ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ കണ്ടത്. വിവാഹപ്രായമായിട്ടും 1.25 ലക്ഷം ചെറുപ്പക്കാരാണ് വിവാഹിതരാകാതെ കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സഭയിൽ മാത്രമുള്ളത്. ഈ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലേക്ക് വലിയ ചില ഭയപ്പെടുത്തലുകളിലേക്ക് നമ്മൾ നയിക്കേണ്ടതല്ലേ? എന്താണ് നമ്മുടെ യുവാക്കൾക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് വിവാഹപ്രായമായിട്ടും വിവാഹ ജീവിതത്തിലേക്ക് എത്തുവാൻ നമ്മുടെ യുവാക്കൾക്ക് സാധിക്കാത്തത്? പണ്ട് കാലത്തുണ്ടായിരുന്ന ചുറുചുറുക്കും ഉന്മേഷവും ആവേശവും ഒക്കെ നമ്മുടെ ആൺകുട്ടികൾക്ക് യുവാക്കൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ഈ സന്ദേഹങ്ങളുമായിട്ടാണ് ദ ഫയർ റൂം ഇന്ന് കൂടെയുള്ളത്. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ മേരി റെജീന, അധ്യാപികയും സാമൂഹ്യ നിരീക്ഷകയും, ഒപ്പം കെയ്റോസ് മാഗസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ സാജൻ സി. രണ്ടുപേർക്കും ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ശ്രീ സാജൻ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ സർവേ റിപ്പോർട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ. വളരെ ചുരുങ്ങിയ വാക്കിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ജനസംഖ്യയെക്കുറിച്ചുള്ള ചർച്ചകൾ പലവട്ടം നടത്തുന്നുണ്ട്. പോപ്പുലേഷൻ കുറഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷനായ കുടുംബത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണ്. നല്ല കുടുംബം ഉണ്ടാകണമെന്നൊക്കെ പറയുകയാണ്. പക്ഷെ ഒരു വശത്ത് നമ്മൾ പറഞ്ഞത് യുവജനങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ സിംഗിൾ ആകാൻ ആഗ്രഹിക്കുന്നു. അവര് 30-ലും 35-ലും ഒക്കെ അവർ തന്നെ തീരുമാനിക്കുകയാണ് മറ്റൊരു പാർട്ട്ണർ വേണ്ട, തനിച്ചുള്ളൊരു ജീവിതം. എന്നാൽ മറുവശത്ത് ആൺകുട്ടികൾ അങ്ങനെ ഒരു നിലപാടല്ല അവരെടുക്കുക. അവരുടെ സാഹചര്യങ്ങൾ അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവർക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ചേർത്ത് പിടിക്കാൻ ഒരു പങ്കാളിയെ ലഭിക്കാത്ത ഒരു സാഹചര്യം. 1.25 ലക്ഷം എന്ന് പറയുന്നത് 2021 കണക്കാണ്. ഇന്നതിലേക്ക് വരുമ്പോൾ വളരെ 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 അധികം വർധനവ് 24 നമ്മൾ കണ്ടേക്കും. എങ്ങനെയാണ് ഇത്? ഇത്തരം യുവജനങ്ങളുടെ ഇടയിലൊക്കെ വളരെയധികം എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെ കാണുന്നു ഈ കണക്കിനെയും ഈ യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ? എനിക്ക് തോന്നുന്നത് ഈ ഒരു കണക്ക് 2021 പറഞ്ഞത്. ഒരുപക്ഷെ ഇപ്പൊ ഈ റീസെന്റ് അത് ഒരുപക്ഷെ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും. ആണുങ്ങൾ പൊതുവെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പേറിക്കൊണ്ട് ഒരു കുടുംബനാഥനെ പോലെ, ഒരു രക്ഷകർത്താവിനെ പോലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതശൈലി പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ നന്നായിട്ട് പഠിച്ച് അവര് ഡ്രീം ചെയ്യുന്ന രീതിയിൽ ഓരോ പൊസിഷനിലേക്ക് എത്തി, നല്ല ജോലിയിലേക്ക് എത്തി, അവരും ഒരു എന്താ പറയാ എല്ലാ കാര്യങ്ങളും സ്വന്തം രീതിയിൽ നോക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ഒരു വ്യവസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ ആണുങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് എത്താതെ പോകുന്നുണ്ട്. അവരുടെ അത് എന്താണ് റീസൺ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ഫോക്കസ്, അവരുടെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങള് ഒക്കെ മറ്റു പലതിലേക്കും പോകുന്നത് കൊണ്ട് അങ്ങനെ പെൺകുട്ടികൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പഠിച്ച് മുന്നേറുന്നത് പോലെയുള്ള ഒരു ജീവിതശൈലി ആണുങ്ങളിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ആൺകുട്ടികൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, ഒരു വിവാഹ ആലോചനയിലേക്ക് എത്തുമ്പോഴത്തേക്കും, ഒരു ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ, ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ പെൺകുട്ടിക്ക് തോന്നണേണ് ഈ ആൾ എനിക്ക് പറ്റിയ ആളല്ലല്ലോ. കാരണം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒരു കഥയില്ലാത്ത മനുഷ്യനാണല്ലോ, ഇയാളായിട്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകും. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് അവള് പ്രീ മാരിറ്റൽ കോഴ്സ് എറണാകുളത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 3 ദിവസത്തെ വെള്ളി ശനി ഞായർ. 2-ാം ദിവസം ആയപ്പോഴത്തേക്കും അവൾ അവിടെ നിന്ന് ഫോൺ ചെയ്തു അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. ചേച്ചി, ഞാൻ പോരുവാണ്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനേ എനിക്ക് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ കാര്യം, ഇടയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഞങ്ങൾക്ക് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഒരുമിച്ച് സംസാരിക്കാനായിട്ട് അവസരം തരും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ 2-3 തവണ പല സമയങ്ങളിലായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ടീച്ചറിന്റെ മുമ്പിൽ കൊച്ചുകുട്ടി നിന്ന് സംസാരിക്കുന്ന പോലെ ഒരു പ്രകൃതമാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കതുകൊണ്ട് മാനസികമായിട്ട് ഭയങ്കര പ്രയാസമുണ്ട്. ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുവാണെന്നുണ്ട് ഫോൺ കട്ട് ചെയ്തു. ഞാൻ പോയി അവളെ പിക്ക് ചെയ്ത് തിരിച്ച് അവള് വീട്ടിലെത്തി. കണ്ടോ, ഇവിടെ മനസ്സിലാവുന്നത്
പെൺകുട്ടിയുടെ ഒരു അഭിരുചിക്കനുസരിച്ച് അവള് പ്രതീക്ഷിക്കുന്ന രീതിക്കനുസരിച്ചുള്ള ഒരു സംഭാഷണം പോലും, വെറുതെ ഒന്ന് കാഷ്വലി ഒന്ന് സംസാരിക്കാൻ പോലുള്ള ഒരു രീതിയല്ല ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടത്. അതൊരു ഒറ്റപ്പെട്ട സംഭവിക്കാം. പക്ഷെ പറഞ്ഞു കേട്ടേക്കണ പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആൺകുട്ടികളിൽ നിന്ന് പെൺകുട്ടികൾ പ്രതീക്ഷിക്കുന്ന പലതും ലാക്ക് ചെയ്യുന്നുണ്ട്, കിട്ടാതെ പോകുന്നുണ്ട്. അങ്ങനെയുണ്ടോ? ഉണ്ടെന്നാണ് നമ്മളുടെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച തന്നെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പെൺകുട്ടികൾ കാണിക്കുന്ന വിവാഹത്തിലേക്ക് കടക്കാനുള്ള വിമുഖത അവർ കാണിക്കുന്നത് ഇത്തരമുള്ള എക്സാമ്പിൾസ് ചുറ്റുമുള്ളത് കൊണ്ടും അവർക്ക് സ്വയം അവർക്ക് യോജിച്ച വരനെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടും ഇപ്പൊ കുറച്ചൊക്കെ കാലം മാറിയല്ലോ. നമ്മൾ അറേഞ്ച് മാരേജസിൽ നിന്ന് പഴയ ടേമിൽ ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അറേഞ്ച് അവർക്ക് സ്വയം ഇപ്പൊ ഈവൻ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് വീട്ടുകാർ തന്നെ കണ്ടെത്തി ഒരു പുരുഷനെയും സ്ത്രീയെയും കൊടുത്താൽ പോലും പഴയ പോലെ അങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് അല്ല. മറ്റത് മാതാപിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയെ ഒരു നോട്ടം കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ അന്നൊക്കെ നിർബന്ധിതരാണ്. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, മോളെ നമ്മുടെ കുടുംബമായിട്ട് ചേരുന്ന കുടുംബമാണ്, നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചേരുന്ന, ഇല്ലെ ചെറിയ കോംപ്രമൈസ് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു ആൺകുട്ടിയാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവർ തമ്മിൽ സംസാരിച്ചു നോക്കുകയാണ്. ആ സംസാരത്തിലാണ് സാറ് പറഞ്ഞ പോലെയുള്ള ഡിസ്പാരിറ്റീസ് തെളിഞ്ഞു വരിക. പിന്നെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനൊരു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപിക ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഒരു ക്ലാസ് റൂം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി വരുന്ന കോഴ്സുകൾക്ക് ആൺകുട്ടികളുടെ പ്രസൻസ് തുലവും തുച്ഛമാണ്. എൻട്രൻസ് എഴുതി വരുന്ന കുട്ടികളുടെ ഇടയിൽ ഒക്കെ അത് എന്നിട്ട് ഒരു 3-4 പേരാണ് ചിലപ്പോ ഒരു 50 പേര് ഉള്ള ഒരു ബാച്ചിൽ ഉണ്ടാവുക. അത് സൂചിപ്പിക്കുന്ന എന്താണ്? ഇതൊക്കെ ഇൻഡിസസ് ആണ്, സൂചകങ്ങളാണ്. നമുക്കിത് ഇന്നതാണ് റീസൺ എന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഓൾ ദീസ് ആർ ഇൻഡിസസ്. ഇതൊക്കെ സൂചകങ്ങളാണ്, എന്തൊക്കെയോ പാളിച്ചകൾ പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു പിതാവിന് എന്നോട് ചോദിച്ചു, തൃശ്ശൂർ രൂപതയില് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് എംടെക്കുകാരെ തന്നെ വിവാഹം ചെയ്യണം എന്നുണ്ടോ എന്ന് ചോദിച്ചു. എംടെക്കുകാര് തന്നെ വിവാഹം ചെയ്യുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റിനല്ല വില, പക്ഷെ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ എക്സ്പോഷറും എന്താ പറയാ ഓപ്പൺനെസ് ഓഫ് ദ മൈൻഡും ഒക്കെ നൽകുന്നുണ്ട് ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക്. പെൺകുട്ടി അതിൽ കുറെ ദൂരം മുന്നോട്ട് പോവുകയും ആ ലെവലിലേക്ക് എത്താത്ത ഒരു ആൺകുട്ടിക്ക് അത്രയും മനസ്സും ഈ കുട്ടിയുടെ വ്യാപാരങ്ങളെ കുറിച്ചും ജോലിയെ കുറിച്ചും സമയത്തെ കുറിച്ചും ഒന്നും ഒരു തുറവിയില്ലാത്ത ഒരു മനസ്സുമായി ഒരു വിവാഹ ജീവിതം ആരംഭിച്ചാൽ എങ്ങനെയായിരിക്കും? പ്രശ്നമായി തീരും. അപ്പൊ അങ്ങനെ അത് പണ്ടൊക്കെ നമ്മൾ കോംപ്ലക്സ് എന്നൊക്കെ പറയും. ഇത് കോംപ്ലക്സ് അല്ല, കോംപ്ലക്സുകളും ഉണ്ട്. സാമർത്ഥ്യം കൂടുതലാണോ, വിദ്യാഭ്യാസം കൂടുതലാണോ, അതിനുള്ള ഒരു മനസ്സിന്റെ തുറവി. അല്ലെങ്കിൽ നമ്മളൊക്കെ അത്രയും ആത്മീയമായി ഇതിനെ കാണേണ്ടിരിക്കും. ആ ഒരു ലെവലിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല, സാധിച്ചിട്ടില്ല. സമ്മറി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്ന തലങ്ങൾ വലുതായി. ഒരു +2 നിന്ന് കരുതിയിരുന്ന വിദ്യാഭ്യാസം ഡിഗ്രി കഴിയുന്നു, PG കഴിയുന്നു, അതിനും അപ്പുറത്തേക്കും അവരുടെ പഠനം പോകുന്നു. അവരതിന് പാഷനേറ്റ് ആയിട്ട് വിദ്യാഭ്യാസത്തെ കാണുന്നു. അതിലൂടെ ഒരു മികച്ച കരിയർ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഒരു കാലത്ത് ഇതൊന്നും ആയിരുന്നില്ല സ്ഥിതി. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒത്തിരി പരിമിതികൾ സമൂഹവും വീടും കുടുംബവും സംവിധാനങ്ങളൊക്കെ നിഷ്കർഷിച്ചിരുന്ന ഒരു കാലത്താണ്. അങ്ങനെ ഒരു കാലത്ത് നിന്ന് അവർ ഈ ദൂരം സഞ്ചരിച്ച് വളരെ വേഗം, അതിവേഗം അവർ നേടി. അതൊരു വശം. മറുവശത്ത് ആൺകുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾ ഏതൊക്കെയോ ഘട്ടത്തിൽ അവരുടെ വലിയ സ്വപ്നങ്ങൾ കാണുന്നത് നിന്ന് അവർ പിന്നോട്ട് പോയി എന്ന് പറയുന്നത് ശരിയാണോ? അതോ അവർ സ്വപ്നങ്ങൾ കാണാതെ പോയോ? എങ്ങനെ? പണ്ട് സ്ത്രീകളുടെ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ അമ്മമാരുടെ കാലത്തൊക്കെ അല്ലെ അമ്മാമ്മമാരുടെ കാലത്തൊക്കെ അവര് 4 ചുവരുകൾക്കുള്ളിൽ വീടിനുള്ളിൽ ഒരു സപ്പോർട്ടീവ് സിസ്റ്റമായി ആളുകളായിട്ടാണ് നിന്നത്. പുരുഷൻ പുറത്തുള്ള വ്യാപാരങ്ങൾ ചെയ്യും, അവന് വേണ്ടതൊക്കെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പൊ വേണ്ടിയിരുന്ന സ്കിൽസ് വ്യത്യാസമാണ്. കുക്കിംഗ് പഠിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ശരി, തുന്നല് പഠിക്കണം, ഒക്കെ അതൊക്കെ ആയിരുന്നു. പക്ഷെ വളരെ വേഗം വിദ്യാഭ്യാസം നമ്മൾ തന്നെയാണ് കൊണ്ടുവന്നത്.
കത്തോലിക്കര് തന്നെയാണ് സമൂഹത്തിൽ തീർച്ചയായും സ്ത്രീ സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. അങ്ങനെ വിദ്യാഭ്യാസം ആർജിച്ച് വന്നപ്പോ സ്ത്രീയുടെ സ്വപ്നം എന്തായി മാറി? ഞാനും രണ്ടു കാലിൽ സ്വന്തമായി സ്വതന്ത്രയായി നിൽക്കണം എന്ന് വന്നു. അങ്ങനെയാണ് അവൾ. അപ്പൊ എന്താണ് അതിനുള്ള ഒരു മാർഗം? വിദ്യാഭ്യാസം തന്നെയാണ് അതിനുള്ള മാർഗം എന്ന് നമ്മൾ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു. വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോയി സ്ത്രീ പാഠശാലകൾ, അത് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും ഒക്കെ, പ്രത്യേക വിമൻസ് കോളേജുകളൊക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ അവരെ വളരെ എംപവർ ചെയ്ത് വന്നു. അവര് വിദ്യാഭ്യാസം നേടി. ഇതൊക്കെ വന്നപ്പോ എന്നാൽ അതേ സമയത്തുള്ള പുരുഷന്മാരുടെ ചിന്ത എന്തായിരുന്നു? അവരാണ് വീടിന്റെ തൂണുകൾ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി വളരെ ലക്ഷേർലി ആയിട്ട് പെങ്ങളുടെ ഒപ്പം തന്നെയുള്ള ഉത്തരവാദിത്തം ആങ്ങളയ്ക്കും. അല്ലാതെ പെങ്ങളെ കെട്ടിക്കേണ്ടതോ സ്ത്രീധനം കൊടുക്കേണ്ടതോ ഒന്നും രണ്ട് മക്കളുള്ളിടത്തെ ഇപ്പൊ ഒരു പയ്യനാണെങ്കിൽ അവന്റെ ഉത്തരവാദിത്തം അല്ലാതെ മാറിയപ്പോഴോ, കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് ജീവിതത്തിൽ വരണം എന്നുള്ള ഒരു ഇച്ഛ അവന് എവിടെയോ വെച്ച് ഈ ഒരു കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടപ്പോഴോ, വിദ്യാഭ്യാസമാണ് ഒരു അളവുകോൽ എന്ന്, ജീവിതത്തിലെ വിജയത്തിന്റെ അളവുകോൽ എന്ന് വിദ്യാഭ്യാസമാണ്, തൊഴിലാണ്. കർഷക സമൂഹമായിരുന്നവർ പോലും ആ പാരമ്പര്യ തൊഴിൽ മേഖലകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടന്നപ്പോൾ, കൃഷി നശിച്ചപ്പോൾ, ഇല്ലെങ്കിൽ കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞപ്പോൾ ഒരുപാട് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് അതിലുണ്ട്. എവിടെയോ നഷ്ടപ്പെട്ട ഒരു ആർജവം, ഉത്തരവാദിത്തം. പണ്ട് എന്ന് ഒരു പുരുഷന്റെ ഉത്തരവാദിത്തമായിരുന്നു ആ കുടുംബത്തെ, അമ്മായിമാരെ പെങ്ങന്മാരെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തത്തിന്റെ ലിസ്റ്റ് പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ ചിലപ്പോ ചിരിക്കും, ചെറുപ്പക്കാര്. അപ്പോ സ്ത്രീധനം കൊടുക്കലും വാങ്ങലും ഒക്കെ ഉള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. അത് മാത്രമല്ല, ഈ ജീവിതത്തിൽ ഉടനീളം ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത ഒക്കെ ഉണ്ടായിരുന്ന പുരുഷനിൽ നിന്ന് ജീവിതത്തിൽ ഒരുപാട് ഫ്രീഡം കിട്ടിയപ്പോൾ പുരുഷൻ താഴേക്ക് പോയോ? സ്വാതന്ത്ര്യമല്ല, ഉത്തരവാദിത്തത്തിൽ നിന്ന് റിലീവ്ഡ് ആയപ്പോൾ മുന്നോട്ട് പോകാനുള്ള ആർജവം കുറഞ്ഞോ? അതാണോ വിദ്യാഭ്യാസത്തിൽ മേഖലയില്, തൊഴിലിന്റെ മേഖലയിലൊക്കെ പെൺകുട്ടികൾക്കൊപ്പം എത്താൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത്? അങ്ങനെ വരുമ്പോൾ പെൺകുട്ടികൾ അവരെ അക്സെപ്റ്റ് ചെയ്യാതെ പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ അവിവാഹിതരായ, പക്ഷെ അതിന്റെ ഒരു ഭീകരത ആലോചിച്ച് നോക്കുന്ന, ഇതിൽ 1.25 ലക്ഷം യുവാക്കൾ കണക്കിലുണ്ട് എന്ന് പറയുമ്പോൾ, ഔദ്യോഗിക, അതിൽ കൂടുതൽ പേർ പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ, ഏറ്റവും വലിയ രൂപതയിൽ പോലും ഈ 1.25 ലക്ഷം യുവാക്കൾ എന്ന് പറഞ്ഞാൽ 1.25 ലക്ഷം കുടുംബങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എറണാകുളം അങ്കമാലി രൂപതയാണ് സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ രൂപത. തൃശ്ശൂർ രൂപതയിൽ 1 ലക്ഷത്തിൽ താഴെ കുടുംബങ്ങളെ ഉള്ളൂ. അപ്പൊ ഈ എന്താ പറയാ, കോൺസ്റ്റിറ്റ്യുവൻസീസിൽ കട്ടുവരുന്നു എന്ന പോലെ തന്നെ നമ്മളുടെ ശക്തി ചോർന്നു പോവുകയല്ലേ. കുടുംബങ്ങൾ ഇല്ലാതാവുന്ന, പിന്നെന്ത് ഇടവക, പിന്നെന്ത് രൂപത, പിന്നെന്ത് സഭ. തീർച്ചയായും ഒരു കാലത്ത് നമ്മൾ വിമൻ എംപവർമെന്റ് എന്നതായിരുന്നു നമ്മുടെ മുദ്രാവാക്യം. അല്ലെങ്കിൽ അത് നമ്മുടെ എല്ലാ സഭയിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, നമ്മുടെ സ്കൂളുകളിലായിക്കോട്ടെ, കോളേജുകളിലായിക്കോട്ടെ, സർക്കാർ സംവിധാനങ്ങൾ, ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അത് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. സ്ത്രീകളെ എല്ലാ മേഖലയിലും മുന്നോട്ട് കൊണ്ടുവരിക, എല്ലാ മേഖലയിലും അവർക്കൊരു ഇടം ഒരുക്കി കൊടുക്കുക, അല്ലെ? ആ വാക്ക് തെറ്റില്ലല്ലോ, ഇടം. എന്നാൽ ഇന്ന് ശരിക്കും മറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മെൻ എംപവർമെന്റ്, അങ്ങനെ ഒരു വാക്ക് അങ്ങനെ ഒരു പദം പ്രയോഗിക്കുന്നത് ഉചിതമാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആൺകുട്ടികളെ ഇതെല്ലാം വിവാഹം എന്ന ആ ഒരു ദൗത്യം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ സ്പിരിച്വൽ അഡ്വഞ്ചർ ഏറ്റെടുക്കുക എന്നതിനൊന്നും അപ്പുറത്ത് ഈ ഭൂമിയിൽ അവർ ജീവിക്കണമല്ലോ, ഈ നാട്ടിൽ തന്നെ ജീവിക്കണമല്ലോ, ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ജീവിക്കണമല്ലോ. അപ്പം വിവാഹിതരാകാതിരിക്കുക എന്ന് പറയുമ്പോൾ കേവലം ഒരു വിവാഹ ജീവിതം എന്ന് മാത്രമല്ല, അവർ മാനസികമായി, അതെ, പുരുഷന് പ്രത്യേകിച്ചും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരും. കാരണം പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിന് ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ പുരുഷൻ എനിക്ക് തോന്നുന്നു എന്നും ഒരു തുണയുടെ ആവശ്യമുണ്ട്. മാത്രമല്ല അവർ മാനസികമായി തകരുന്നു, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ പോലും ഉണ്ടാകുന്നു. ഒത്തിരി ഡിപ്രഷൻ കേസുകൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് വിവാഹം. അപ്പോൾ ഇങ്ങനെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ ആൺകുട്ടികളെ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മൾ ഒരു കാലത്ത് പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിച്ചതുപോലെ, കരുതിയതുപോലെ, ചേർത്ത് പിടിച്ചതുപോലെ ആൺകുട്ടികളെയും എല്ലാ സംവിധാനങ്ങളും, സഭയിലെ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, വീട്, കുടുംബം, സർക്കാർ സംവിധാനങ്ങളെല്ലാം
ചേർത്ത് പിടിക്കേണ്ട ഒരു കാലത്തിലേക്കുള്ള ഒരു സൂചനയല്ലേ ഈ കണക്കുകളും ഇപ്പോൾ ഡോക്ടർ മേരി റെജീന പങ്കുവച്ച കാര്യങ്ങളുമെല്ലാം? അത് തീർച്ചയായിട്ടും ഈ എത്രത്തോളം ഗൗരവത്തിലാണ് നമ്മൾ സ്ത്രീജനങ്ങളെ, വിമൻ എംപവർമെന്റ് ആ ഒരു സംഗതിയെ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ഇപ്പൊ നിതിൻ സൂചിപ്പിച്ചതുപോലെ ആൺകുട്ടികളെയും മെൻ എംപവർമെന്റ് അതിന്റെ സമയമാണെന്ന് തോന്നുന്നു ഇപ്പോൾ. കാരണം പല സംഭവങ്ങളും പല കുടുംബങ്ങളിലെ എക്സ്പീരിയൻസും ഒക്കെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയൊരു നീഡാണത്. ആണുങ്ങളെയും ആൺകുട്ടികളെയും അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഒരു പരിശീലനം കിട്ടേണ്ടത്, അവരെയും കൂടി ഒന്ന് ഉയർത്തേണ്ടത് പല കാര്യങ്ങളിലും. നമ്മുടെ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കൂടുതലും ഈ മറ്റു ജീവിതത്തിന്റെ ആ യഥാർത്ഥമായിട്ടുള്ള വഴിയിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് മറ്റ് ഒരു നശീകരണ മേഖലയോ അല്ലെങ്കിൽ യഥാർത്ഥമല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നതും ഒക്കെ പുരുഷന്മാരാണ് അധികവും. സ്ത്രീകൾ ഇല്ല എന്ന് അല്ല, ഈ പുതിയ കാലഘട്ടത്തിൽ അവരുണ്ട്. എന്നിരുന്നാൽ പോലും പുരുഷന്മാര് ധാരാളം പേര് വഴിവിട്ട് പോകുന്നുണ്ട്. ഈ മദ്യം, മയക്കുമരുന്ന്, പുകവലി, മറ്റു ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ഒരു മേധാവിത്വം, ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് പുരുഷന്മാർ തന്നെയാണ്. നമുക്ക് തെളിവുകൾ ധാരാളം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും നിതിൻ പറഞ്ഞത് വലിയൊരു നീഡാണത്. അതിന്റെ ഒരു ആവശ്യകതയുണ്ട്. അത് എങ്ങനെ ആ റൂട്ട് ലെവലിൽ തന്നെ നമുക്ക് ചെയ്തു തുടങ്ങേണ്ട ഒരു ആവശ്യമുണ്ട് തന്നെ. എങ്ങനെയാണെന്നുള്ളത് നമുക്കിനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഏതൊക്കെ തലങ്ങളിൽ. എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്ക് വരുമാനമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി, അത് പെൺകുട്ടിയും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനെ സമ്പത്തുമായി ഇതിനെ ചേർത്ത് വെക്കണമെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമുക്ക് തൊഴിലാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. ജോബ് എംപ്ലോയബിലിറ്റിയാണ് പ്രശ്നം. ഇപ്പൊ എംപ്ലോയബിലിറ്റി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് അവര് പെൺകുട്ടിയുമായി മത്സരിച്ച് എത്തിപ്പെടാൻ പറ്റാത്ത ഇടമായിരിക്കാം. അപ്പൊ നമുക്ക് തൊഴിൽ കിട്ടാൻ സർക്കാർ പരീക്ഷ എഴുതി ജയിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല എങ്കിൽ, നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തപ്പോൾ എത്തിയ ആ ഇടത്തിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ അതിനുള്ള തൊഴിൽശാലകൾ, തൊഴിലിടങ്ങൾ നമുക്ക് നമ്മുടെ ഇടവക കേന്ദ്രീകരിച്ച്, രൂപതകൾ കേന്ദ്രീകരിച്ച്, സഭാ പ്രസ്ഥാനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അത്തരം തൊഴിലിടങ്ങൾ ഉണ്ടാവുകയും ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അവർ സാമ്പത്തികമായി എക്വിപ്ഡ് ആയി കഴിഞ്ഞാൽ, അവർ തന്നെ അവരുടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനിൽ അവർ മുന്നോട്ട് വന്നാൽ അങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും തലത്തിൽ ഇതിനെ പരിഹരിക്കാൻ പറ്റുന്ന വഴിയാണ്. ഒരുപാട് ഇതൊരു തലമാണ്. നമുക്ക് അവർക്ക് ഒരു സംരംഭം തുടങ്ങാനുള്ള സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സംരംഭങ്ങളിൽ അവരെ കൂടുതൽ പങ്കാളികളാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതൊക്കെ ഒരു തലമാണ്. പക്ഷെ ചെറുപ്പത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മോട്ടിവേഷന്റെ കുറവ് ഇപ്പൊ ഉണ്ടോ? ഉറപ്പായിട്ടും. കാരണം സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ നമ്മൾ ഒന്നിച്ചല്ലേ കൊടുക്കുന്നത്, ഒരുപോലെയാണ് കൊടുക്കുന്നത്. കോ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഞാനിപ്പോ ഈ സ്കൂളിലെ കുട്ടികളുമായിട്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഉള്ള സ്നേഹബന്ധം നമ്മൾ കാണുമ്പോഴൊക്കെ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കാൻ കൈ പൊക്കുകയാണെങ്കിൽ 100-ൽ 90 ഒരു പെൺകുട്ടിയായിരിക്കും, 10 ആൺകുട്ടിയായിരിക്കും. എനിക്കൊരു ചെറിയ സംശയമുണ്ട്, എന്തോ ഒരു മാറ്റം ഈ ജനിതകമായിട്ട്. പക്ഷെ ഇവിടെ പറയുന്നത് തെറ്റാണ്. പക്ഷെ ഈ പറഞ്ഞത് കൊണ്ടാണ് നഴ്സറി ക്ലാസ്സിൽ പോലും ആൺകുട്ടികൾ ഉൾവലിയുകയാണ്. അവര് എല്ലാ മുഖം ഇപ്പൊ ഒരു വേദിയിൽ വിറയിലില്ലാതെ സംസാരിക്കാൻ പെൺകുട്ടിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയാം. പെൺകുട്ടികൾ ഉറപ്പായിട്ട് സാധിക്കുന്നുണ്ട്. ആൺകുട്ടികൾ അതിൽ നിന്നെല്ലാം വളരെയധികം, ഞാൻ പറയുന്നത് ഈ 30-ലെ കാര്യമല്ല പറയുന്നത്, സ്കൂളിൽ തന്നെ 3-ൽ തന്നെ നമ്മളിങ്ങനെ പിന്നോട്ട് വലിയുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറുന്നില്ലേ? അത് സ്വയം ചോദിക്കും. അത് നിങ്ങൾ സ്വയം ചോദിക്കുക, എന്തുകൊണ്ട്? അതെന്നുവെച്ചാൽ പേരൻസിന്റെ കുഴപ്പമാണോ? അങ്ങനെ അല്ലല്ലോ നമ്മള്. പിന്നെ എനിക്ക് തോന്നുന്നു ചെറിയൊരു വിമൻ ഇമാൻസിപ്പേഷൻ കൂടുതൽ ജനിക്കുമ്പോഴേ പെൺകുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കലും നൃത്തം ചെയ്യിക്കലും അതിപ്പം വീഡിയോ പിടിക്കലും അപ്ലോഡ് ചെയ്യലും. എന്നാൽ ആൺകുട്ടികൾ അത്രയ്ക്ക് അങ്ങോട്ട് അവരുടെ ബേസിക് നേച്ചർ, നിങ്ങളുടെ ബേസിക് നേച്ചർ അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ അവരെ ഇങ്ങനെ ഷോ ഓഫ് ചെയ്യാൻ പേരൻസിന് കുറച്ച് കുറവുണ്ട്. ഒരുപാട് കോംപ്ലക്സ് ആണ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു മെഡിക്കോ ലീഗൽ ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒന്ന് മാത്രം, ആൺകുട്ടികളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല.
ഈ ജീവിതത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, റിയാലിറ്റീസ്, അത് കൂടുതൽ വ്യക്തതയോടുകൂടി കാണുകയും മനസ്സിലാക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും അതിനോടൊപ്പം പോവുകയും ഒക്കെ ചെയ്യുന്നത് പെൺകുട്ടികളാണോ ആൺകുട്ടികളെക്കാൾ കൂടുതലായിട്ട്? ടീച്ചർക്ക് എന്താ തോന്നുന്നു? ഞാൻ അതേ പറഞ്ഞ എന്റെ ഒരു ചോദ്യമാണ്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. സ്ത്രീകൾ എന്നും സ്മാർട്ടായിരുന്നു. ഹവ്വയുടെ കാലം മുതൽ തന്നെ ആ സ്മാർട്ട്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ദൗത്യങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് കൊണ്ടും എനിക്ക് തോന്നുന്നു ഞാൻ ക്ലാസ്സിലുള്ള ഗർഭധാരണം, ഒരുപാട് കുട്ടികളുടെ എണ്ണം ഒക്കെ ഉണ്ടായിരുന്നോണ്ട് കുറെയൊക്കെ ഇവര് കൺഫൈൻഡ് ആയിപ്പോയി. അവരുടെ ടാലൻസ്, മൾട്ടി ടാസ്കിങ് ടാലൻസ് ഒക്കെ ആദ്യം മുതലേ ഉണ്ടല്ലോ. അങ്ങനെയല്ലേ ഈ കുടുംബ വ്യവസ്ഥയൊക്കെ തന്നെ നിലനിന്ന്. സാർ ഇപ്പൊ പറഞ്ഞ പോലെ ദുരിതങ്ങൾ ഏറ്റെടുക്കാനും അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഏറ്റെടുക്കാനും അതിന്റെ ആറ്റിറ്റ്യൂഡും, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നും നമ്മുടെ അമ്മാമ്മമാര് മുതൽ പൂർവികർ എല്ലാവരും നിലനിർത്തിക്കൊണ്ടാണല്ലോ കുടുംബങ്ങളും ഈ ഒരു സമൂഹം തന്നെ ഇങ്ങനെ നിലനിന്ന് പോയത്. അതൊക്കെ സ്ത്രീകളുടെ തന്നെ കഴിവായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പുരുഷന്മാര് പുറം ജോലികളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടത് സപ്ലിമെന്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അപ്പോ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഡിമാൻഡിങ്ങും കൂടെ ആയി. ഓക്കെ, ഇനി നമുക്ക് ഇനി പരിഹാരത്തിലേക്ക് വരാം. നമ്മളിപ്പോ ഇത്രയധികം ചെറുപ്പക്കാർ ഇവിടെ വിവാഹിതരാകാത്തൊരു സാഹചര്യം, ഈ സാഹചര്യത്തെ അഡ്രസ് ചെയ്യാൻ ഉള്ള ഉത്തരങ്ങളായിരിക്കില്ല ഇത്. ഇതൊരുപക്ഷെ ലോങ് ടേം ആയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഈ പ്രശ്നത്തിന് എന്താ പരിഹാരം? പല രൂപതകളും ഈ ദമ്പതികളാകാൻ പോകുന്നവരുടെ സംഗമനം നടത്തുന്നു, യുവജനങ്ങളുടെ സംഗമനം. അവർക്ക് കാണാനും പരിചയപ്പെടാനുമുള്ള അവസരങ്ങൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ KCYM-ലും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ ഇപ്പൊ അങ്ങനത്തെയുള്ള പ്രോഗ്രാമുകളിലോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളിലൊക്കെ നമ്മുടെ സാന്നിധ്യം കുറഞ്ഞു പോയത് പോലും ഒരു വശമായി ഞാൻ കാണുന്നത് മറ്റൊരു വശമാണ്. പക്ഷെ ഈ ഒരു പ്രശ്നത്തിന് 1.25 ലക്ഷത്തോളം ചെറുപ്പക്കാർ ഈ നാട്ടിൽ, യുവജനങ്ങൾ ഈ നാട്ടിൽ, യുവാക്കൾ വിവാഹിതർ ആകാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തെ അഡ്രസ് ചെയ്യാൻ നമുക്ക് പ്രായോഗികമായി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ രൂപതകളും ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പകരം പെൺകുട്ടികളെ. പക്ഷെ തൃശ്ശൂർ തന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഏകദേശം 7,000-10,000-ഓളം യുവാക്കൾ വന്നപ്പോ അടുത്ത ആഴ്ച സ്ത്രീകളെ വിളിച്ചപ്പോ അത് കേവലം 100-200 ഒതുങ്ങി എന്നുള്ള. ആ ബാലൻസ് ഭയങ്കര വലിയൊരു വ്യത്യാസം അതിലുണ്ട്. അപ്പൊ അതെങ്ങനെ അഡ്രസ് ചെയ്യും എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരിക്കൽ ചിന്തിച്ചപ്പോ എനിക്ക് ഒരു വൈദികൻ പറഞ്ഞ ഓർമ്മയുണ്ട്, ടീച്ചർ നമുക്ക് നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ നല്ല കുട്ടികൾ വരുന്നുണ്ട്, വിശ്വാസികളായ കുട്ടികൾ വരുന്നുണ്ട് നമുക്ക്. അപ്പൊ ഞാൻ ഒരു കുട്ടിയോട് പോയി ചോദിച്ചു, ഇവിടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാന്ന് സങ്കല്പിക്കുക, നമുക്ക് ഇവിടെ ഒരു കല്യാണം ആലോചിച്ചു. എനിക്ക് വേണ്ട. ഞാൻ ഉള്ള സത്യം പറയാം, ഇവിടെ ഉള്ള ബോയ്സ് ഒട്ടും നീറ്റല്ല, മുടിയൊക്കെ ഇങ്ങനെ പൊക്കത്തിൽ വളർത്തുക, പാൻറ്റൊക്കെ, ഡ്രസ്സിങ്ങിൽ പോലും ആ കുട്ടിയുടെ പോലും ഇവിടെ ഒരു മെയ്ഡായിട്ട് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുടെ സങ്കല്പത്തിൽ പോലും നമ്മുടെ കുട്ടികൾ ചിലപ്പോ എത്തുന്നില്ല. അല്ല, അത് നടന്നൊരു കല്യാണം എനിക്കറിയാം. അപ്പൊ നമുക്ക് പല മാർഗങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയാ ഡയസിസ്, ഇന്റർ കൾച്ചറൽ, ബട്ട് എമംഗ്സ് ഫെയ്ത്ത്ഫുൾ നമുക്ക് നമ്മുടെ വിശ്വാസമുള്ള കുടുംബങ്ങളെയാണല്ലോ കെട്ടിപ്പടുക്കേണ്ടത്. അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ജീവിത പങ്കാളികളുടെ വിശ്വാസികളായ കുട്ടികളെ നമുക്ക് കണ്ടെത്തി നമ്മുടെ ഒരു രീതിയിലേക്ക്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്റർ കൾച്ചറൽ ഡിഫറൻസസ് വരുമ്പോ ബുദ്ധിമുട്ടുകൾ വീണ്ടും വരും. പക്ഷെ ശ്രമിക്കാം. അല്ലെങ്കിൽ ഇന്റർ ഡയസീഷ്യൻ ആയിട്ട് വിവിധ രൂപതകൾ തമ്മിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഇത് ചെയ്യാം. എല്ലാത്തിനും ഒരു എക്സ്ട്രാ എഫേർട്ട് ആവശ്യമുണ്ട്. വി ഹാവ് ടു ഗോ ആൻ എക്സ്ട്രാ മൈൽ. അത് ആര് ആ എക്സ്ട്രാ മൈൽ പോവും? അല്ല, അതെ, വളരെ സമർപ്പിതരായി നമ്മൾ ആരെങ്കിലും ഒക്കെ അതില് വൈദികരെ സഹായിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ള പ്രസ്ഥാനങ്ങളോ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ക്രിയേറ്റീവായ ഇടപെടൽ നടത്താൻ? തീർച്ചയായിട്ടും ഇതൊരു ആവശ്യമായിട്ട്
ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള യുവജന പ്രസ്ഥാനങ്ങളിലെല്ലാം ഇതിനു വേണ്ടിയിട്ട് വളരെ ക്രിയേറ്റീവായിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തെങ്കിലും പരിശീലന പരിപാടികളോ ഒരുമിച്ച് വരാനുള്ള ഒരു വേദികളോ ഒക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ഇതിൽ മുൻപത്തെ എപ്പിസോഡ്സിൽ ജീസസ് യൂത്തിന്റെ പല എക്സാമ്പിൾസും പറഞ്ഞായിരുന്നു. എനിക്കൊന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല അതായിരിക്കും. ഇതുപോലെയുള്ള ജീസസ് യൂത്ത് പോലുള്ള മൂവ്മെന്റ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നല്ല നെറ്റ്വർക്ക് സംവിധാനം ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ഈ ഏരിയയിലേക്ക് ഒന്ന് വന്നാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. നെറ്റ്വർക്ക് നമ്മളുടെ വെല്ലാൻ ഈ ലോകത്ത് ഒരു സിസ്റ്റത്തിനും പറ്റില്ല. കേരള സഭ അത് ഏത് റീത്താണ്, ഓരോ ആളെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യും. പക്ഷെ നമ്മുടെ ഡാറ്റ ഉണ്ടോ? ആരെവിടെയാണ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കൈമലർത്തും. നമുക്ക് ഇത്രയധികം ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്, ഇത്രയും സ്കൂളുകളുണ്ട്, PhD റിസർച്ചും ചെയ്യുന്ന ആയിരക്കണക്കിന് സമർപ്പിതർ തന്നെയുണ്ട്. സമർപ്പിതരുടെ പൊതുസമൂഹത്തിൽ ഇത്രയധികം എഡ്യൂക്കേഷൻ സെക്ടറിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റൊരു സമൂഹമില്ല. പക്ഷെ നമ്മുടെ സഭ നേരിടുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് ഉത്തരമില്ല. നമുക്ക് സാധിക്കും. ഇതൊരു തുടക്കമാവട്ടെ, നല്ല തുടക്കമാവട്ടെ, നമുക്ക് സാധിക്കും. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങളായിട്ട് എല്ലാ രൂപതകളിലും ഇടവക തലങ്ങളിൽ വരെ ഈ കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ ഫോറം അതുപോലെയുള്ള സംവിധാനങ്ങളിലൂടെ നല്ല ഗൈഡൻസ് കൊടുക്കാനും കരിയർ ഓറിയന്റേഷൻ കൊടുക്കാനും വ്യത്യസ്തമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു റിസൾട്ട് അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്റെ പ്രശ്നം ഈ 1.5 ലക്ഷം ചെറുപ്പക്കാർ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക്. ആ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് ആരാ? പെൺകുട്ടികളാ. അവിടെയാണ് ഇതിന്റെ പ്രശ്നം സ്ഥായിയായി നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ 1.25 ചെറുപ്പക്കാർ 2024 കണക്കനുസരിച്ച് പ്രായമായ യുവാക്കൾ വിവാഹിതരാകാതെ നിൽക്കുന്ന അതിഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ഈ കൂട്ടുകാരെ, ഈ സഭാ അംഗങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്തം അത് എല്ലാവർക്കും ഉണ്ട്. സഭയിലെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളുടെ കൂട്ടായ ഐക്യമാണ് ഉണ്ടാകേണ്ടത്. അതിനും അപ്പുറത്തേക്ക് ജീസസ് യൂത്ത് പോലെ, KCYM പോലെ, SMYM പോലെയുള്ള യുവജന പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ ചിന്തകളിൽ, അവരുടെ മീറ്റിങ്ങുകളിൽ, അവരുടെ പഠന ശിബിരങ്ങളിൽ തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു ജോയിന്റ് എഫേർട്ടിലൂടെ ഈ ഒരു പ്രതിസന്ധിയെ, അടുത്തൊരു തലമുറ ഈ നാട്ടിൽ ഇല്ലാതാകുന്ന അത്രയും ഭയപ്പെടുത്തുന്ന ഈ പ്രതിസന്ധിയെ പരിഹരിക്കുവാൻ സാധിക്കട്ടെ. ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. അതിഥികൾക്ക് ഒപ്പം പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.